Hello, welcome to my channel ABCD5. I am Advocate Jasna Shabir Ali. ഇന്ന് നമ്മൾ ഇറ്റ് എന്ന വേർഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇറ്റ് എന്ന വേർഡ് ഒരു സെന്റൻസിൽ വെക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്ന് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇറ്റ് എന്ന വേർഡിന്റെ അർത്ഥം അത് അല്ലെങ്കിൽ ഇത് എന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതേ മീനിങ്ങിൽ തന്നെ നമ്മൾ ദിസും ഉപയോഗിക്കാറുണ്ട്, ദിസ് ദാറ്റ് ഇതൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കൂടെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യണം. പിന്നെ ഇറ്റ്സ് എന്ന് എഴുതിയാൽ അതുപോലെ ഇറ്റ്സ് എന്ന് അപ്പോസ്ട്രോഫി എസ് ഇട്ട് എഴുതിയാൽ എന്താണ് വ്യത്യാസം എന്നുള്ളതും കൂടെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം പറയട്ടെ. വാട്സപ്പ് ക്ലാസ് പ്രാക്ടീസ് ചെയ്ത് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മേലെ കാണുന്ന നമ്പറിൽ വോയിസ് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ ചോദിക്കാവുന്നതാണ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇറ്റ് ഇതിനർത്ഥം ഇത് അത്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് അത് എന്ന് എവിടെയൊക്കെ വെക്കുന്നോ അവിടെയൊക്കെ നമുക്ക് ഇറ്റ് വെക്കാം. ഇതൊരു കസേരയാണ്, ഇറ്റ് ഈസ് എ ചെയർ. ഇതൊരു മേശയാണ്, ഇറ്റ് ഈസ് എ ടേബിൾ. ഇതൊരു മോതിരമാണ്, ഇറ്റ് ഈസ് എ റിംഗ്. ഇതേ കാര്യങ്ങൾ തന്നെ നമുക്ക് ദിസ് എന്ന വേർഡും വെക്കാം. ദിസ് ഇസ് എ ചെയർ, ദാറ്റ് ഇസ് എ ടേബിൾ, ദിസ് ഇസ് എ റിംഗ്. ഇറ്റ് വെച്ചെടുത്ത് ദിസ് എന്നും ദാറ്റ് എന്നും വെച്ചിട്ടുള്ളത് കണ്ടു. അതായത് ഇതൊരു കസേരയാണ് എന്നുള്ളതിന് ദിസ് ഇസ് എ ചെയർ, അതൊരു മേശയാണ് എന്നുള്ളതിന് ദാറ്റ് ഇസ് എ ടേബിൾ, ദിസ് ഇസ് എ റിംഗ്, ഇതൊരു മോതിരമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ എവിടെയാണ് ഇറ്റ് വെക്കേണ്ടത്, എവിടെയാണ് ദിസ് വെക്കേണ്ടത്, അതിനെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇറ്റ് എന്ന വേർഡ് ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഇപ്പോൾ ഇറ്റ് എന്നതൊരു പ്രോനൗൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ ദിസ് ദാറ്റ് ഇതും പ്രോനൗൺസ് ആണ്. പക്ഷേ രണ്ട് തരത്തിലുള്ള പ്രോനൗൺസ് ആണ് ഇറ്റും ദിസ് ദാറ്റ് എന്നിവയും. ആദ്യം ഇറ്റൊരു പ്രോനൗണായി ഉപയോഗിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ നോക്കാം. എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്, അതിന് നല്ല ഭംഗിയുള്ളൊരു കവറുണ്ട്. ഐ ഹാവ് എ ബുക്ക്, ഇറ്റ് ഹാസ് എ ബ്യൂട്ടിഫുൾ കവർ. ഇവിടെ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട് എന്നുള്ളതിന് ഐ ഹാവ് എ ബുക്ക് എന്ന് വെച്ചു. വീണ്ടും ആ ബുക്കിനൊരു കവർ ഉണ്ട് പറയുന്നതിന് പകരം അതിനൊരു കവർ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ബുക്ക് എന്ന ആ വേർഡിൻ്റെ പ്രോനൗൺ ആയിട്ടാണ് ഇവിടെ ഇറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇറ്റാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇറ്റ് എന്ന് പ്രോനൗൺ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇറ്റ് എന്നത് ഒരു പേഴ്സണൽ പ്രോനൗൺ ആയിട്ടാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ദിസ് ദാറ്റ് ഇവയുടെ കാര്യം എടുക്കാം. ദിസ് ദാറ്റ് എന്നിവ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആണ്. അപ്പോൾ ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ആദ്യം നമുക്കറിയാം. അടുത്തുള്ളൊരു വസ്തുവിനെ കാണിച്ചുകൊണ്ട് ഇത് എന്ന് പറയുന്നതിനാണ് ദിസ് എന്നത് ഉപയോഗിക്കുന്നത്. ദിസ് എന്നത് ഒരു ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആണ്. അത് ഉപയോഗിക്കുന്നത് അടുത്തുള്ളൊരു വസ്തുവിനെ ഇത് എന്ന് പറയാനാണ്. ഇനി അതുപോലെ തന്നെ ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് എന്ന് പറയാൻ, കുറച്ച് ദൂരെയുള്ളൊരു വസ്തു അത് എന്ന് പറയാൻ ദാറ്റ് എന്ന് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻസിലാണ് ഈ ദിസ് ദാറ്റ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഈ വസ്തുവിനെ ഇത് എന്നും അത് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ ഈ ഇറ്റ് എന്ന ഒരൊറ്റ വേർഡിന് പറ്റും. അതായത് ഇതൊരു പൂവാണ് എന്ന് പറയാൻ ദിസ് ഇസ് എ ഫ്ലവർ, ദിസ് ഇസ് എ ഫ്ലവർ. അതൊരു ചെയറാണ്, ദാറ്റ് ഇസ് എ ചെയർ. ഇതേപോലെ തന്നെ ഇറ്റ് നമുക്ക് വെക്കാം. ഇറ്റ് ഈസ് എ ഫ്ലവർ, ഇറ്റ് ഇസ് എ ചെയർ. അതിനു മുമ്പ് ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ആയിട്ടുള്ള ദിസ് ദാറ്റ് എന്നിവ ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ ഇറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ പൂവ് ഭംഗിയുള്ളതാണ്, ദിസ് ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ. ആ കസേര തകർന്നതാണ്, ദാറ്റ് ചെയർ ഈസ് ബ്രോക്കൺ, ദാറ്റ് ചെയർ ഈസ് ബ്രോക്കൺ. അപ്പോൾ ഇവിടെ ഇറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ദിസിന് പകരം അത് മാറ്റി അതേ സ്ഥാനത്ത് ഇറ്റ് വെക്കാൻ പറ്റില്ല. കാരണം ഇറ്റ് ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ലല്ലോ. അതുപോലെ ഇറ്റ് ചെയർ ഈസ് ബ്രോക്കൺ എന്നും പറയാൻ പാടില്ല. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇറ്റ് ഉപയോഗിക്കേണ്ടത്? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇതൊരു ഭംഗിയുള്ള പൂവാണ്. ഇത് തകർന്ന കസേരയാണ്, ഇറ്റ് ഈസ് എ ബ്രോക്കൺ ചെയർ, ഇറ്റ് ഈസ് എ ബ്രോക്കൺ ചെയർ. അപ്പോൾ ഇങ്ങനെ പറയാം. ഇത് ദിസ് വെച്ചും പറയാം, ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ, ദിസ് ഇസ് എ ബ്രോക്കൺ ചെയർ. ദിസ് വെച്ചിട്ട് പറയാം. ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് ആയിട്ടുള്ള ദിസ് ദാറ്റ് എന്നിവയുടെ മറ്റൊരു ഉപയോഗത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോയി നോക്കാം. അതായത് ഈ ദിസ് ദാറ്റ് എന്നീ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് അഡ്ജക്റ്റീവ്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് പാസ്റ്റ് സിറ്റുവേഷൻ ആണ്. അതിനൊരു എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നത്തെ ഈ സിനിമ വളരെ അമേസിംഗ് ആണ്, എന്നാൽ അന്നത്തെ ആ സിനിമ ഉണ്ടായിരുന്നല്ലോ അത് വളരെ ഹൊറിബിൾ ആയിരുന്നു എന്ന് പറയാൻ നമുക്ക് ഈ ദിസ് ദാറ്റ് ഉപയോഗിക്കാം. അവിടെ ഇറ്റ് ഉപയോഗിക്കാറില്ല. ദിസ് ഫിലിം ഈസ് അമേസിംഗ് ബട്ട് ദാറ്റ് ഫിലിം വാസ് ഹൊറിബിൾ.
ദിസ് ഫിലിം ഈസ് അമേസിങ്. ഈ ഫിലിം അമേസിങ് ആണ്. എന്നാൽ ദാറ്റ് ഫിലിം എന്ന് പറയുന്നത് ഇതിന് മുമ്പ് നമ്മൾ കണ്ടിരുന്ന ഫിലിം ഹൊറിബിൾ ആയിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദിസ് ദാറ്റ് എന്നിവ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ആയിട്ടും ഡെമോൺസ്ട്രേറ്റീവ് അഡ്ജക്റ്റീവ്സ് ആയിട്ടും ഉപയോഗിക്കേണ്ട ആ രീതി നമ്മൾ കണ്ടു. എങ്കിലും ഈ ദിസ് ഇറ്റ് ഇവ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ വ്യത്യാസത്തിലേക്കൊക്കെ കിടക്കാം. അതായത് ഇറ്റ് എപ്പോഴും നോൺ ലിവിങ് തിങ്സിൻ്റെ ഒപ്പവും ആനിമൽസിൻ്റെ ഒപ്പമൊക്കെ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഇതൊരു ചെടിയാണ്. ഇറ്റ് ഈസ് എ പ്ലാന്റ്. നമുക്ക് ദിസ് വയ്ക്കാം. ദിസ് ഈസ് എ പ്ലാന്റ്. ഇത് ശരിയായ സ്നേഹമാണ്. ഇറ്റ് ഈസ് ട്രൂ ലവ്. അവിടെയും ദിസ് ഈസ് ട്രൂ ലവ് എന്ന് വയ്ക്കാം. പക്ഷേ എല്ലായിടത്തും ഇറ്റ് ഈസ് എ പ്ലാന്റ് എന്നോ ദിസ് ഈസ് പ്ലാന്റ് എന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഈ ദിസിനും ഇറ്റിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ദിസ് എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഒരാളെയോ ഒരു വസ്തുവിനെയോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ദിസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ദിസ് എന്നത് ജീവനുള്ളവയായാലും ജീവനില്ലാത്തവയായാലും ഒരുപോലെ ദിസ് ഉപയോഗിക്കാം. എന്നാൽ ഇറ്റ് ജീവനില്ലാത്തവയുടെ മുന്നിലാണ് കൂടുതലായിട്ട് വെക്കാറുള്ളത്. എങ്കിലും ചില സമയത്തൊക്കെ ജീവനുള്ളവയുടെ മുന്നിൽ പോലും ഈ ഇറ്റ് വെക്കാറുണ്ട്. അങ്ങനെയുള്ള ചില എക്സാമ്പിൾസ് ഒക്കെ നമുക്കിപ്പോൾ നോക്കാം. ഇപ്പം മനസ്സിലാക്കേണ്ടത് ദിസ് എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ നമ്മുടെ കാറിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കാർ എന്ന് പറയാൻ ദിസ് ഇസ് മൈ കാർ എന്നാണ് പറയേണ്ടത്. അവിടെ ഇറ്റ് വെക്കില്ല. കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മൾ നമ്മുടെ കാറിനെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുത്ത് നമ്മൾ ആ കാറിനെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ദിസ് ഇസ് മൈ കാർ എന്ന് പറയാം. ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് മൈ കാർ. ഇനിയുള്ള കാര്യം, ഇനി കാറിനെ കുറിച്ച് നമ്മൾ പറയുന്നതൊക്കെ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിരിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് ചുവന്ന നിറത്തിലുള്ളതും ഇത് അട്രാക്റ്റീവുമാണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെഡ് കളർ ആൻഡ് അട്രാക്റ്റീവ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പറയാണ് ഇത് വളരെ ചെറുതാണ് പക്ഷേ ഇത് എക്സ്പെൻസീവാണ്. ഇറ്റ് ഇസ് സ്മാൾ ബട്ട് എക്സ്പെൻസീവ്. ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ് കളർ ആണെന്നും അട്രാക്റ്റീവ് ആണെന്നും സ്മോൾ ആണെന്നും എക്സ്പെൻസീവ് ആണെന്നൊക്കെ പറഞ്ഞത്. അതിൻ്റെ മുന്നിലൊന്നും ദിസ് വെക്കാൻ പാടില്ല. അവിടേക്ക് ഇറ്റാണ് വെക്കേണ്ടത്. കാരണം കാറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട്. പക്ഷേ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ദിസ് ഇസ് മൈ കാർ എന്നാണ്. അപ്പോൾ മൈ കാർ, എൻ്റെ കാറിനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തത് കൊണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ദിസ് ആണ് വെക്കേണ്ടത്. അതാണ് ഇവ തമ്മിലുള്ള ഈ ദിസ്സും ഇറ്റും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളൊരു സെൻറ്റൻസ് പറഞ്ഞിരുന്നു അല്ലേ? ഐ ഹാവ് എ ബുക്ക്, ഇറ്റ് ഹാസ് ബ്യൂട്ടിഫുൾ കവർ. ഇങ്ങനൊരു സെൻറ്റൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇവിടെ ഇറ്റ് എന്തുകൊണ്ടാണ് വെച്ചതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആദ്യം തന്നെ ഐ ഹാവ് എ ബുക്ക് എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലൊരു ബുക്ക് ഉണ്ട്. അപ്പോൾ നമ്മളതിനെ പരിചയപ്പെടുത്തൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതിനൊരു നല്ലൊരു ഭംഗിയുള്ളൊരു ചട്ടയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് വെച്ചാൽ മതിയാകും? ഇറ്റ് വെച്ചാൽ മതിയാകും. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ദിസ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇറ്റുമാണ് ഉപയോഗിക്കേണ്ടത്. ഇറ്റ് ഈസ് എ പ്ലാന്റ്, അതുപോലെ ഇറ്റ് ഈസ് എ കാറ്റ് എന്നൊക്കെ പറഞ്ഞു. അതായത് ആനിമൽസിൻ്റെ ഒപ്പവും നോൺ ലിവിങ് തിങ്സിൻ്റെ ഒപ്പമൊക്കെ ഇറ്റാണ് വെക്കേണ്ടത്. എന്നാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒപ്പം എപ്പോഴും ദിസ് ആണ് വെക്കുന്നത്. അതായത് നമ്മളൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ദിസ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒപ്പം വെക്കുന്നത്. ദിസ് ഇസ് ഷൈൻ, ഇതാണ് ഷൈൻ. ദിസ് ഇസ് മൈ മദർ, ഇതാണ് എൻ്റെ അമ്മ. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് ആരാ വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഇതെൻ്റെ അമ്മയാണ് എന്ന് പറയും. നമ്മൾ മലയാളത്തിൽ നമുക്ക് ഇത് എന്ന് വയ്ക്കാം. പക്ഷേ ഇംഗ്ലീഷിൽ ആ സമയത്ത് ദിസ് ഇസ് മൈ മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെയാണ്. ആ സമയത്ത് നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് മൈ മദർ എന്ന് പറയാം അല്ലേ? അല്ലെങ്കിൽ ഇറ്റ്സ് ഷൈൻ എന്ന് പറയാം. ഇത് ഷൈനാണ്, ഇത് അമ്മയാണ് എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനല്ലല്ലോ പറഞ്ഞത്. ആരാണ് വിളിക്കുന്നത് എന്ന് ഒരു ഫ്രണ്ടോ ആരെങ്കിലും അന്വേഷിക്കുമ്പോൾ നമ്മൾ പറയുന്നത് അയാൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ് ഇത് അമ്മയാണ്, ഇത് ഷൈനാണ് എന്നൊക്കെ പറയുന്നത്. ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒപ്പം ഇറ്റ് വെക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ഇറ്റും ദിസ്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇറ്റിൻ്റെ കൂടുതൽ ഉപയോഗങ്ങളിലേക്ക് പോകാം. പിന്നെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ ആരാണിത് എന്ന് ചോദിക്കാൻ ഹു ഈസ് ദിസ് എന്ന് പറയും. എന്നാൽ ഹു ഈസ് ഇറ്റ് എന്ന് കോമൺ ആയിട്ട് പ്രയോഗിക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ എന്താണിത് എന്ന് ചോദിക്കാൻ വാട്ട് ഇസ് ദിസ് എന്നോ വാട്ട് ഇസ് ഇറ്റ് എന്നോ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഇറ്റ് എന്നത് നോൺ ലിവിങ് തിങ്സിൻ്റെ ഒപ്പം ആനിമൽസിൻ്റെ ഒപ്പം ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഒരുപക്ഷെ ഹു ഈസ് ഇറ്റ് എന്നോ ഇപ്പം ഞാൻ നേരത്തെ ദിസ് ഇസ് ഷൈൻ എന്നുള്ളതിന് പകരം ഇറ്റ് ഇസ് ഷൈൻ എന്നോ പറയുന്നവരുണ്ടാകാം. പക്ഷെ നേറ്റീവ് സ്പീക്കേഴ്സിൻ്റെ ഇടയിൽ ഇതാണ് അതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. ആദ്യമേ പറഞ്ഞു ഇറ്റ് പ്രോനൗൺ ആയിട്ട് പേഴ്സണൽ പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ടെന്ന്. അതായത് നോൺ ലിവിങ് തിങ്സിനോ അതല്ലെങ്കിൽ അനിമൽസിനോ പകരം നമ്മൾ ഇറ്റ് പ്രോനൗൺ ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂട്ടർ ജെൻഡറിന് പകരവും
ഇറ്റ് പ്രോനൗണായിട്ട് ഉപയോഗിക്കാറുണ്ട്. ന്യൂട്രൽ ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്ന് എടുത്ത് പറയാത്ത ചില സിറ്റുവേഷൻസ്. എക്സാമ്പിൾ പറയാം. അമ്മ കുട്ടിയെ വിളിക്കുമ്പോൾ അത് കളിക്കുകയായിരുന്നു. വെൻ മദർ കോൾ ദ ചൈൽഡ് ഇറ്റ് വാസ് പ്ലേയിങ്. വെൻ മദർ കോൾ ദ ചൈൽഡ് ഇറ്റ് വാസ് പ്ലേയിങ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കോൾ ദ ഗേൾ എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുക. വെൻ മദർ കോൾഡ് ദ ഗേൾ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഷീ വാസ് പ്ലേയിങ്. അതല്ലെങ്കിൽ വെൻ മദർ കോൾഡ് ദ ബോയ് എന്നാണെങ്കിൽ ഹീ വാസ് പ്ലേയിങ് എന്ന് പറയാം. ഇവിടെ ചൈൽഡ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. കുട്ടി ആൺകുട്ടിയാണോന്നോ പെൺകുട്ടിയാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കവിടെ ന്യൂട്ടർ ജെൻഡർ എന്നാണ് അതിനെ പറയുന്നത്. എന്താണെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ അതിന് ന്യൂട്ടർ ജെൻഡർ ആയിട്ട് കണക്കാക്കണം. എന്നിട്ട് അവിടെ ഇറ്റ് വെക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മളെ തന്നെ പറയുമ്പോൾ ദിസ് ഇസ് മീ അലീന എന്ന് പറയാം. അതല്ലെങ്കിൽ ഇറ്റ്സ് മീ അലീന എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചൊരു റൂൾ നാറ്റീവ് സ്പീക്കേഴ്സിനിടയിൽ ഇല്ല. അങ്ങനെ വെക്കാറുണ്ട് എന്ന് പറയുന്നു. ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് എന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഇറ്റ് എന്നത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും. അപ്പോൾ സിറ്റുവേഷൻ നോക്കിയിട്ടാണ് ദിസ് ഇസ് മീ എന്നും ഇറ്റ്സ് മീ എന്നും പറയേണ്ടത്. ഇനി അടുത്തതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത്. അതായത് ഇറ്റ് തുടക്കത്തിൽ വെച്ചേ പറയാവൂ എന്ന് പറയുന്ന കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. അതാണ് നോക്കുന്നത്. അവിടെയൊന്നും നമുക്ക് ദിസ് വെക്കാൻ പറ്റില്ല. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൈം, ഡേ, മന്ത്, ഇയർ, വെദർ, ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് ദിസ് വെക്കാൻ പാടില്ല. സമയത്തിൻ്റെയും ദിവസത്തിൻ്റെയും മാസത്തിൻ്റെയും വർഷത്തിൻ്റെയും അതുപോലെ കാലാവസ്ഥയുടെയും ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ എപ്പോഴും മഴയൊക്കെ പെയ്യുമ്പോൾ പറയുന്നത് കേട്ടിട്ടില്ലേ? റെയിൻ്റെ തൊട്ട് മുമ്പ് ഇറ്റ് വെച്ചാണ് നമ്മൾ പറയാറുള്ളത് അല്ലേ? അവിടെയൊന്നും നമുക്ക് ദിസ് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഇന്ന് ശനിയാഴ്ചയാണ് എന്നെങ്ങനെ പറയും? പലരും ടുഡേ ഈസ് സാറ്റർഡേ എന്ന് പറയാറുണ്ട്. ആക്ച്വലി ഇത് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. നേറ്റീവ് സ്പീക്കേഴ്സ് ഇത് പറയാൻ ഇങ്ങനെയാണ് പറയാറുള്ളത്. ഇറ്റ് ഈസ് സാറ്റർഡേ ടുഡേ. ഇറ്റ് ഈസ് സാറ്റർഡേ ടുഡേ. ഇന്ന് ശനിയാഴ്ചയാണ് എന്നുള്ളതിന് ഇറ്റ് ഈസ് സാറ്റർഡേ ടുഡേ. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. ഇറ്റ് ഈസ് ഹെർ ബർത്ത്ഡേ ടുഡേ. ഇറ്റ് ഈസ് ഹെർ ബർത്ത്ഡേ ടുഡേ. അപ്പോൾ ഇങ്ങനെയാണ് ഇറ്റ് വെച്ചുകൊണ്ടാണ് ഡേ പറയേണ്ടത്. ഡേ തുടക്കത്തിൽ വെക്കരുത്. അത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇതൊരു മനോഹരമായ ദിവസമാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഡേ. മറ്റന്നാൾ ഹോളിഡേ ആയിരിക്കും. മറ്റന്നാൾ അവധി ദിവസമായിരിക്കും. ഇറ്റ് വിൽ ബി ഹോളിഡേ ഡേ ആഫ്റ്റർ ടുമോറോ. ഇറ്റ് വിൽ ബി ഹോളിഡേ ഡേ ആഫ്റ്റർ ടുമോറോ. മിനിഞ്ഞാന്ന് അവധി ദിവസമായിരുന്നു. ഇറ്റ് വാസ് ഹോളിഡേ ഡേ ബിഫോർ യെസ്റ്റർഡേ. ഇറ്റ് വാസ് ഹോളിഡേ ഡേ ബിഫോർ യെസ്റ്റർഡേ. ഇതുപോലെ ടൈം പറയാനും നമുക്ക് ഇറ്റ് തന്നെ തുടക്കത്തിൽ വെക്കണം. 10 മണിയാണ്. ഇറ്റ് ഈസ് 10 o'clock. 10:30 എന്ന് പറയാനോ? ഇറ്റ് ഈസ് 10:30. ഇറ്റ് ഈസ് 10:30. ഇവിടെ 10 മണി കഴിഞ്ഞ് അരമണിക്കൂറായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് 10:30. 10:45 ഇപ്പോൾ സമയം. അങ്ങനെ പറയാനോ? ഇറ്റ് ഈസ് 11:15 o'clock. ഇറ്റ് ഈസ് 11:15 o'clock. ഇവിടെ ശ്രദ്ധിക്കുക, 11 ആവാൻ 15 മിനിറ്റ് കൂടെ ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് 11:15 o'clock എന്ന് പറയും. ഇയർ ഒക്കെ പറയുമ്പോൾ അത് 2020 ആയിരുന്നു. ഇറ്റ് വാസ് 2020. ഇറ്റ് വാസ് 2020. ഇത് നവംബറാണ്. ഇറ്റ് ഈസ് നവംബർ. ഇറ്റ് ഈസ് നവംബർ. ഇനി അടുത്തത് എല്ലാവർക്കും സംശയം വരുന്നൊരു കാര്യമാണ് വെതറിൻ്റെ കാര്യം. എന്തുകൊണ്ട് റെയിൻ എന്നൊക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ഇറ്റ് വെക്കുന്നു എന്നൊക്കെ ഡൗട്ട് ചോദിച്ച് ഒരുപാട് കമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു റൂളാണ്. ഇത്തരത്തിലുള്ള വെതറിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇറ്റ് വെച്ചേ പറ്റൂ. ഇന്ന് തണുപ്പാണ് എന്ന് പറയാൻ ഇറ്റ് ഈസ് കോൾഡ് ടുഡേ. ഇറ്റ് ഈസ് കോൾഡ് ടുഡേ. നാളെ മഴ പെയ്തേക്കാം. ഇറ്റ് മേ റെയിൻ ടുമോറോ. ഇറ്റ് മേ റെയിൻ ടുമോറോ. മഴ പെയ്യുകയാണ്. ഇറ്റ് ഈസ് റൈനിങ്. ഇറ്റ് ഈസ് റൈനിങ്. ഇന്ന് മഴ പെയ്യുമോ? വിൽ ഇറ്റ് റെയിൻ ടുഡേ? വിൽ ഇറ്റ് റെയിൻ ടുഡേ? ഇന്നലെ ചൂടായിരുന്നു. ഇറ്റ് വാസ് ഹോട്ട് യെസ്റ്റർഡേ. ഇറ്റ് വാസ് ഹോട്ട് യെസ്റ്റർഡേ. നാളെ മഞ്ഞ് പെയ്യും. ഇറ്റ് വിൽ സ്നോ ടുമോറോ. ഇറ്റ് വിൽ സ്നോ ടുമോറോ. അപ്പോൾ ഇവിടെ ഒന്നും ദിസ് ഉപയോഗിക്കില്ല. ഇറ്റിൻ്റെ അടുത്ത ഉപയോഗം നോക്കാം. ടേക്ക് എന്ന വേർബിന് മുമ്പ് ഇറ്റ് വെക്കാറുണ്ട്. അങ്ങനെയുള്ള സെൻറ്റൻസ് എങ്ങനെയാണ് പറയാൻ നോക്കാം. 1 മണിക്കൂർ എടുക്കും എന്ന് പറയാറില്ലേ? അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് 1 hour. ഇറ്റ് വിൽ ടേക്ക് 1 hour. അവിടെ ഇതിന് 1 മണിക്കൂർ എടുക്കും എന്ന് പറയേണ്ട ആവശ്യമില്ല. 1 മണിക്കൂർ എടുക്കും എന്ന് പറഞ്ഞാലും ഇറ്റ് വിൽ ടേക്ക് 1 hour എന്ന് തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. 1 മണിക്കൂർ എടുത്തു
ഇറ്റ് ടുക്ക് 1 hour. ഇറ്റ് ടുക്ക് 1 hour. 1 മണിക്കൂർ ആകാറുണ്ട്. ഇറ്റ് ടേക്സ് 1 hour. ഇറ്റ് ടേക്സ് 1 hour. അവൾ കഴിക്കാൻ 10 മിനിറ്റാണ് എടുക്കാറുള്ളത്. ഷീ ടേക്സ് 10 minutes to eat. ഇറ്റ് വെച്ച് ഇതേ സെൻസ് പറയാൻ പറ്റും. ഇറ്റ് ടേക്സ് ഹർ 10 minutes to eat. ഇറ്റ് ടേക്സ് ഹർ 10 minutes to eat. ടേക്കിനൊപ്പം ഇറ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അടുത്തതായിട്ട് ഇറ്റിൻ്റെ ഒരു ഉപയോഗം നോക്കാം. റൂം ക്ലീൻ ചെയ്യുക എന്നത് വിഷമകരമാണ്. അപ്പോൾ ആദ്യം റൂം ക്ലീൻ ചെയ്യുക എന്നുള്ളത് എങ്ങനെ വെക്കുക നോക്കാം. ടു ക്ലീൻ ദ റൂം, പിന്നെ വിഷമകരമാണ് എന്ന് വെക്കാം. ഇസ് ഡിഫിക്കൾട്ട്. ഇതേ കാര്യം തന്നെ നമുക്ക് ഇറ്റ് വെച്ച് പറയാൻ പറ്റും. അതെങ്ങനെയാന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ക്ലീൻ ദ റൂം. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ക്ലീൻ ദ റൂം. റൂം ക്ലീൻ ചെയ്യുക എന്നത് വിഷമകരമാണ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് ഈസിയാണ്. ഇറ്റ് ഈസ് ഈസി ടു സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പോൾ അത് ഇങ്ങനെയും പറയാം. ടു സ്പീക്ക് ഇംഗ്ലീഷ് ഈസ് ഈസി എന്ന് പറയാം. അതല്ലെങ്കിൽ ഇറ്റ് വെച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് ഈസി ടു സ്പീക്ക് ഇംഗ്ലീഷ്. അടുത്തത് ഇറ്റ്സ്. ഇങ്ങനെ ഇറ്റിൻ്റെ 2 രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും എപ്പോഴും. ഇവ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതൊന്നും എന്താണെന്ന് നോക്കാം. ഇറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ്, അതല്ലെങ്കിൽ ഇറ്റ് ഹാസ്. ഇതാണ് ഇറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസ് കാണുമ്പോൾ അതിലെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഇറ്റ്സ് ടൈം ടു സ്റ്റാർട്ട് യുവർ ടോക്ക്. നിങ്ങളുടെ ടോക്ക് തുടങ്ങേണ്ട സമയമാണിത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇറ്റ്സ് എന്നവിടെ വെച്ചിട്ടുള്ളത് ഇറ്റ് ഈസ് എന്നാണ്. ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് യുവർ ടോക്ക് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം അത് നമുക്ക് ആ സെൻറ്റൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇറ്റ്സ് ടൈം. എന്തായാലും അവിടെ ഇറ്റ് ഹാസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സമയമുണ്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെ വരുള്ളൂ. അതല്ല, ഇറ്റ്സ് ടൈം, ഇതാണ് ആ സമയം എന്നുള്ള അർത്ഥത്തിലാണല്ലോ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അവിടെ ഇറ്റ് ഇസ് ടൈം എന്നാണ് വരുന്നത്. പിന്നെ ഇറ്റ്സ് ലവ്ലി ഡേ. ഇതൊരു മനോഹരമായ ദിവസമാണ്. അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തായാലും ഇറ്റ് ഹാസ് ആയിരിക്കില്ല, ഇറ്റ് ഇസ് ആയിരിക്കും എന്ന്. ഇറ്റ് ഇസ് എ ലവ്ലി ഡേ. ഇറ്റ്സ് എ ലവ്ലി ഡേ. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ. ഇറ്റ്സ് ബീൻ ഡ്രിസ്ലിംഗ് ഫോർ 2 hours. 2 മണിക്കൂറോളമായി ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ബീൻ വരുമ്പോൾ ഒരിക്കലും അവിടെ ഇസ് ആയിരിക്കില്ല എന്ന് നമുക്ക് അറിയാം. ഇറ്റ് ഹാസ് ബീൻ എന്നേ വരുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ബീൻ എന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ ഇറ്റ് ഹാസ് ബീൻ ആണെന്ന്. പിന്നെ ഇറ്റ്സ് ഗോട്ട് എ ബ്യൂട്ടിഫുൾ ടോയ്. അതിനൊരു നല്ല ഭംഗിയുള്ളൊരു കളിപ്പാട്ടമുണ്ട്. നമ്മളിതിന് മുമ്പ് ഹാവിങ് എന്നതിൻ്റെ ക്ലാസ്സിൽ ഹാസ് പോലെ തന്നെ ഒരുപോലെ ഹാസ് ഗോട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇറ്റ്സ് ഗോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഗോട്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇറ്റ്സ് എന്നുള്ള ആ ഒരു വേർഡിനെ കുറിച്ച് അറിയേണ്ടത്. ഇനി നമുക്ക് ഇറ്റ്സ് നോക്കാം. അതായത് അപ്പസ്ട്രോഫി ഇല്ലാത്ത എസ് വെച്ചിട്ട് ഇറ്റ്സ് എഴുതുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം നോക്കാം. ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ എന്നാണ്. ഇതിൻ്റെ എന്നാണ് ഇറ്റ്സ് എന്ന ഈ വേർഡിൻ്റെ അർത്ഥം. പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണത്. ഇറ്റ്സ് എന്നുള്ളതിന് ഇതിൻ്റെ എന്നുള്ള അർത്ഥത്തിൽ ഇറ്റ്സ് എഴുതുമ്പോൾ ഈ അപ്പസ്ട്രോഫി എസ് ഇടേണ്ട കാര്യമില്ല. ഇറ്റ്സ് എന്ന് മാത്രം എഴുതിയാൽ മതിയാകും. ഇതിൻ്റെ ഫ്രണ്ട് ഡോർ തുറക്കും. ഇറ്റ്സ് ഫ്രണ്ട് ഡോർ വിൽ ഓപ്പൺ. ഇറ്റ്സ് ഫ്രണ്ട് ഡോർ വിൽ ഓപ്പൺ. എല്ലാ രാജ്യത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. എവരി കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. എവരി കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അപ്പോൾ ഇതാണ് ഈ ഇറ്റ്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എല്ലാവർക്കും ഇറ്റ് എന്ന വേർഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു സെൻറ്റൻസിൽ ഇറ്റ് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ യാതൊരു തെറ്റും കൂടാതെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് വിചാരിക്കുന്നു. വാട്സപ്പ് ക്ലാസ്സിലൂടെ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് ഫ്ലുവൻ്റ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മേലെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യേ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ചെയ്യേ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.